പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവിൻ്റെ നവയുഗം എന്ന പരമ്പരയിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിക്കുക വഴിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ആത്മനിറവിൻ്റെ നവയുഗത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ കൃപയുടെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഒന്ന് സംഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് ഈ എപ്പിസോഡിൽ. ദൈവം കൃപാപൂർണനാണ്. കൃപ ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. അവിടുന്ന് കരുണയോടെ നമ്മുടെ മേൽ കൃപ ചൊരിയുന്നു. കൃപയുടെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ നമുക്കൊന്ന് സംഗ്രഹിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി, കൃപ എന്നത് നമ്മോട് കൂടെയും നമ്മിലുമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യരിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവുമാണ് കൃപ. രണ്ടാമതായി, ദൈവ സാന്നിധ്യം എന്നതിൽ ഉപരി ദൈവത്തിന് നമ്മോടുള്ള ബന്ധമാണ് കൃപ. കാരുണ്യവാനായ കർത്താവിന് തൻ്റെ മക്കളോടുള്ള ആത്മബന്ധം. മൂന്നാമതായി, ദൈവപിതാവിൻ്റെ പ്രീതിയും വാത്സല്യവും കൃപയാണ്. ദൈവം തൻ്റെ മക്കളോടെന്ന പോലെ നമ്മളോട് വാത്സല്യം കാണിക്കുന്നു. 18ാം സങ്കീർത്തനത്തിൽ പറയുന്നല്ലോ, ദൈവത്തിൻ്റെ വാത്സല്യം എന്നെ വലിയവനാക്കി. യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. ദൈവത്തിൻ്റെ പ്രീതി, സ്നേഹവാത്സല്യങ്ങൾ കൃപയാണ്. നാലാമതായി, ത്രിയേക ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള കരുണാർദ്ര സ്നേഹപ്രവാഹമാണ് കൃപ. അഞ്ചാമതായി, സർവശക്തനായ ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് പ്രവഹിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയുമാണ് കൃപ. തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നെ നോക്കി വിളിക്കുന്നവരെ ദൈവം തൻ്റെ ചൈതന്യവും ശക്തിയും കൊണ്ട് നിറയ്ക്കും. ആറാമതായി, ദൈവവചനം സ്വീകരിക്കാനും വചനത്തോട് ക്രിയാത്മകമായി പ്രത്യുത്തരിക്കാനും ഫലം പുറപ്പെടുവിക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന കഴിവാണ് കൃപ. ഏഴാമതായി, ദൈവപിതാവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപയാണ് കൃപാപൂർണനായ യേശുമിശിഹ. കൃപാപൂർണനായ കർത്താവ് യേശുമിശിഹ, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. എട്ടാമതായി, അനുതപിക്കുന്ന പാപികൾക്ക് യേശുവിലൂടെ നൽകപ്പെടുന്ന പാപമോചനവും രക്ഷയുമാണ് കൃപ. ഒൻപതാമതായി, ദൈവത്തിൻ്റെ കൂടെ വസിക്കാനും കൂട്ടുവേലക്കാരാകുവാനും അങ്ങുമായുള്ള സൗഹൃദത്തിൽ ജീവിക്കാനും നമുക്ക് നൽകുന്ന ഭാഗ്യമാണ് കൃപ. പത്താമതായി, യേശുവിലൂടെ നൽകപ്പെടുന്ന സഹായകനായ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളുമാണ് കൃപ. 11ാമതായി, ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും അറിയുവാൻ ദൈവം നമുക്ക് നൽകുന്ന കഴിവ് ആണ് കൃപ. 12ാമതായി, യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെടുന്ന ജീവന്റെ സമൃദ്ധി ദൈവകൃപയാണ്. നമുക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ് യേശു തമ്പുരാൻ വന്നതെന്ന് അവിടുന്ന് തന്നെ പറയുന്നു. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. അവിടുന്ന് ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നു. യേശുവിലൂടെ നൽകപ്പെടുന്ന ജീവന്റെ സമൃദ്ധി ദൈവത്തിൻ്റെ കൃപാദാനമാണ്. 13, പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും പലവിധ അപകടങ്ങളിൽ നിന്നും ദൈവം നമുക്ക് നൽകുന്ന
തൻ്റെ ഭക്തർക്ക് നൽകുന്ന സംരക്ഷണമാണ് കൃപ. 14-ാമതായി, ദൈവവും മനുഷ്യനും പരസ്പരം അധിവസിക്കുന്ന, നമുക്ക് ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുവാനായി ദൈവം നൽകുന്ന അനുഗ്രഹം കൃപയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പരസ്പരം അധിവസിക്കുന്ന അനുഭവം മനുഷ്യർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ അത്? ഈ കൃപ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. യേശു നമ്മിലും നാം യേശുവിലും, ത്രിയേക ദൈവം നമ്മിലും നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലും വസിക്കുവാനുള്ള കൃപ അവിടുന്ന് നമുക്ക് നൽകുന്നു. 15-ാമതായി, കരുണയോടെ ദൈവം നമുക്ക് നൽകുന്ന ദൈവാനുഭവത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങൾ ദൈവകൃപയാണ്. ഈ കൃപാദാനം സ്വീകരിച്ച് ദൈവാനുഭവത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് നാം വളരണം. 17-ാമതായി, ദൈവം മനുഷ്യർക്ക് നൽകുന്ന നാനാവിധ കഴിവുകളും സിദ്ധികളും കൃപയാണ്. പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ ഭക്തർക്ക് നൽകുന്ന കൃപ. 18-ാമതായി, അഗതികളോടും ദരിദ്രരോടും ദൈവം കാട്ടുന്ന സ്നേഹവും അവർക്ക് അവിടെ നിന്ന് നൽകുന്ന സംരക്ഷണവും കൃപയാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ കൃപാപ്രവാഹത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് വേണം, ബോധ്യം വേണം. ഈ വൈവിധ്യമാർന്ന അർത്ഥതലങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള ഈ കൃപാപ്രവാഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും, ദൈവത്തോട് വിശ്വസ്തരായി ജീവിച്ച് അനുതാപപൂർവം ദൈവത്തിലേക്ക് തിരിയുന്ന പാപികളിൽ പോലും ദൈവം ഈ കൃപകൾ ചൊരിയും. പ്രിയമുള്ളവരെ, നമുക്ക് അനുതാപപൂർവം ദൈവത്തിലേക്ക് തിരിയുകയും തീക്ഷ്ണമായ ആഗ്രഹത്തോടെ ദൈവകൃപയുടെ ഈ വൈവിധ്യമാർന്ന തലങ്ങൾ അനുഭവിക്കുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പൊന്നുതമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും വലിയ ആഗ്രഹത്തോടെ തൃപ്പാദത്തിലിരുന്ന് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യാം. ദൈവകൃപയുടെ ഈ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ, നമ്മൾ ഈ മനസ്സിലാക്കിയ 18 അർത്ഥതലങ്ങളും ഇനിയും വിവിധങ്ങളായ അർത്ഥതലങ്ങൾ നമുക്ക് ചേർക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഇവ സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഇവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാം. കൃപയുടെ ഈ വ്യത്യസ്ത തലങ്ങൾ നമ്മൾ ജോലിക്കിടയിലും യാത്ര ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടെ ഇക്കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാമെങ്കിൽ നമുക്കിവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ പോലെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ.